ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജെനറ്റ് ആൻഡ് എൽസ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹൽവ റെസിപ്പി ആയിട്ടാണ്. സ്പെഷ്യൽ ഹൽവയാണ്. ചോറ് കൊണ്ടാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ്. അധികം നെയ്യോ വേറെ കെമിക്കൽസോ ഒന്നും ഇടാത്ത നല്ലൊരു സ്പെഷ്യൽ ഹൽവയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. നമ്മുടെ വീട്ടിലിപ്പോൾ ചോറ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചോറ് മാത്രം മതി. അതുകൊണ്ട് നമുക്കത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ്, ഹെൽത്തിയുമാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പോളം ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്കിപ്പോൾ ബാക്കി വന്ന ചോറാണ്, അതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാനുണ്ട്. ശർക്കര ഞാനിവിടെ 3.5 അച്ചാണ് എടുത്തിരിക്കുന്നത്. അധികം അഴുക്കൊന്നുമില്ലാത്ത ശർക്കരയാണ്. നമുക്കിതൊന്ന് പാനി ഉണ്ടാക്കണം, ശർക്കര പാനി. അധികം വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് ഉരുക്കിയെടുക്കാനായിട്ട് നോക്കണം. കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ആണ് ഈ ഹലുവ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് തിക്കായിട്ട് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക്, ഇപ്പം ഞാൻ കുറച്ച് ചോറിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. ഫസ്റ്റ് അധികം ചോറിടണ്ട, ഇത് കുറച്ച് ചോറിട്ടിട്ട് അത് നമ്മൾ അടിച്ചെടുക്കുക. കാരണം ഇതിൽ നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കണില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത് പഴമാണ്. മോൾക്കിപ്പോൾ കുറച്ച് പഴം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തു. ഞാനിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ചോറ് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. ഏത് പഴമായാലും കുഴപ്പമില്ല, നേന്ത്രപ്പഴമോ റോബസ്റ്റ് പഴമോ ചെറുപഴമോ ഏത് പഴമായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ബാക്കി വന്ന ചോറും കൂടി ഇതിലേക്കിട്ടിട്ട് അടിച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴത്തിലും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു തിക്കായിട്ട് വേണം ഈ ചോറ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെറിയ ജാറുണ്ടെങ്കിൽ ചെറിയ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ വലിയ ജാറിലാണ് അടിച്ചെടുക്കുന്നത്. ചെറിയ ജാറിലാവുമ്പോൾ നമുക്ക് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ ട്രിപ്പും പഴവും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, അധികം വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. നമുക്ക് ഇതേപോലെ നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് വേണം നമ്മൾ ചോറ് അരച്ചെടുക്കാനായിട്ട്. ഇവിടെ നമ്മുടെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് റോബസ്റ്റ് പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. റോബസ്റ്റ് പഴം വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഞാനിപ്പോൾ അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. അത് അരിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അധികം ഇതിൽ അഴുക്കൊന്നും ഇല്ലാത്തതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെയും പഴത്തിൻ്റെയും മിക്സ് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചോറിൻ്റെയും ഇത് ശർക്കര പാനിയിലേക്ക് നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനിയും ഇതും നല്ലോണം മിക്സായിട്ട് വരണം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. നമുക്കിത് നല്ലോണം ഇനി തിക്കായിട്ട് വരണം. അപ്പോൾ നമ്മൾ ചോറ് അരയ്ക്കുമ്പോഴായാലും ശർക്കര പാനി ഉണ്ടാക്കുമ്പോഴും നമ്മൾ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരാനായിട്ട് സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അധികം വെള്ളം ഒഴിക്കാതെ ചോറ് അരച്ചെടുക്കാൻ നോക്കുക. ശർക്കര പാനി ഉണ്ടാക്കുമ്പോഴും അധികം വെള്ളത്തിലാക്കാതെ തിക്കായിട്ടുള്ള സിറപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. മധുരത്തിൻ്റെ പലഹാരങ്ങൾ നമ്മൾ ഏത് ഉണ്ടാക്കുകയാണെങ്കിലും പായസം ഉണ്ടാക്കുകയാണെങ്കിലും ഏതായാലും നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളച്ചൊവ നമുക്ക് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ മധുരം നോക്കുകയാണ്, മധുരം എന്തോരം ഉണ്ടെന്നുള്ളത്. മധുരം കുറച്ച് കുറവാണ്. അപ്പം ഞാൻ കുറച്ചും കൂടി ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മധുരം കുറവുണ്ട്, അപ്പോൾ അത് കാരണം ഞാൻ ബാക്കിയുള്ള കുറച്ചും കൂടി ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇത് പെട്ടെന്ന് അടിയൊന്നും പിടിക്കില്ല. കുറുകായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ ഏലക്കായ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർത്ത് കൊടുക്കാം നമുക്ക്.
ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അധികം ടൈമൊന്നും സാധാരണ ഹൽവ ഉണ്ടാക്കുമ്പോൾ കുറേ ടൈം എടുത്തിട്ടല്ല ഉണ്ടാക്കുക. ഇതങ്ങനെ അധികം സമയമൊന്നും എടുക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഇപ്പോൾ പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചേർത്ത് നമുക്ക് ഹൽവ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് അതിൻ്റെ അംശമൊക്കെ എത്തും. കെമിക്കൽസോ വേറെ ഇതൊന്നും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ഇതിൽ ചേർക്കണമില്ല. അപ്പോൾ അതേ നല്ലോണം തിളച്ച് ചെറുതായി കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൽവയ്ക്ക് നല്ലൊരു ടെക്സ്ചർ വരാനും ഇത് പെട്ടെന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. സാധാരണ നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം. ഇപ്പോൾ കോൺഫ്ലോർ എല്ലാവരുടെ വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ. അത് കാരണമാണ് ഞാനിപ്പോൾ അരിപ്പൊടി ചേർത്തിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അരിപ്പൊടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. കാരണം ഇതിന് പെട്ടെന്ന് തിക്കാവും. നമുക്ക് കോൺഫ്ലോറാണ് നമ്മൾ ചേർക്കണമെങ്കിൽ കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇതേപോലെ തന്നെ വെള്ളത്തിൽ ഒട്ടും കട്ടയില്ലാതെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒരു കുറുകി വരുമ്പോൾ ആ വെള്ളം ഒന്ന് ചെറുതായി വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അരിപ്പൊടി ചേർത്ത് ഞാൻ നല്ലോണം ഇളക്കിയപ്പോൾ നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായി ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാതെ നല്ലോണം തിക്കായിട്ടുണ്ട്. ഞാനിതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഞാൻ അതിലിപ്പോൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല. നെയ്യ് ചേർക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കാതെ തന്നെ ഇത് ഒട്ടും അടി പിടിക്കാതെ, ഇപ്പം ഞാൻ നോൺ സ്റ്റിക്കിലൊന്നല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അടി പിടിക്കാതെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഞാൻ പാത്രത്തിൽ അല്പം നെയ്യാക്കിയിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വിട്ട് കിട്ടണമല്ലോ പാത്രത്തിൽ നിന്ന്. അപ്പോൾ അത് പാത്രത്തിന് ചുറ്റും നെയ്യ് ചേർത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ കിസ്മിസോ ഇത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇനി ഞാൻ ആ പാനിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഒരു ചോറും പാത്രമാണ് എടുത്തിരിക്കുന്നത്. ആ ചോറും പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. 2 മണിക്കൂർ നിങ്ങൾ വെക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ പെർഫെക്റ്റ് ടെക്സ്ചറായിട്ട് നമുക്ക് തണുത്താൽ മാത്രമേ നല്ലൊരു തിക്കായിട്ട് നമുക്ക് ടേസ്റ്റും അപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് തണുത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റും നമുക്ക് കിട്ടുക. ഇത് നമുക്കിതൊന്ന് ലെവൽ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ അധികം സമയം ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു 6 മിനിറ്റിനുള്ളിൽ തന്നെ ഹൽവ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിടുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്ന സെലക്ഷനും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വളരെ സോഫ്റ്റായിട്ടുള്ള ഹൽവ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വായിലിട്ട് അലിഞ്ഞു പോണ അത്രയും ടേസ്റ്റുള്ള ഹൽവയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.